ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ബി.ജെ.പി. നേതാവ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനാണ് നമ്മോടൊപ്പം തുടരുന്നത്. ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ, താങ്കൾ അല്പസമയം മുമ്പ് ഗാന്ധിജി വിഭാവനം ചെയ്ത രാമരാജ്യത്തെക്കുറിച്ചും ആ രാമരാജ്യത്തിൻ്റെ ഒരു രാഷ്ട്രീയ മാനത്തെക്കുറിച്ചുമാണ് പറഞ്ഞു നിർത്തിയത്. തുടരാം. ഇന്ത്യയെ ഒരുമിപ്പിക്കുന്ന ഇന്ത്യൻ ജനതയെ, ഇന്ത്യയിലെ ഭൂമിശാസ്ത്രത്തെ, ഇന്ത്യൻ സംസ്കാരത്തെ, ഇന്ത്യയുടെ സാഹിത്യ കലാ പാരമ്പര്യത്തെ എല്ലാം ഏകോപിപ്പിച്ച് നിർത്തുന്ന ശക്തിവിശേഷമാണ് രാമൻ. ആ രാമനെ മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ സാഹിത്യമില്ല, സംഗീതമില്ല, ശില്പകലകളില്ല, നൃത്തകലകളില്ല. അങ്ങനെ എന്ത് നമ്മൾ പറഞ്ഞാലും അതെല്ലാം രാമനിൽ കേന്ദ്രീകൃതമായിട്ടാണ് നടക്കാറുള്ളത്. ഇപ്പോൾ കേരളത്തിൽ എല്ലാവർക്കും രാമായണം ഉണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. മലയാളിക്ക് എഴുത്തച്ഛൻ്റെ രാമായണമുണ്ട്. ആ എഴുത്തച്ഛൻ്റെ രാമായണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും തെറ്റായി പ്രചരിപ്പിച്ചിട്ടുള്ള രീതിയിൽ ഏതെങ്കിലും ഒരു സംസ്കൃത ഗ്രന്ഥത്തിൻ്റെ അധ്യാത്മരാമായണം എന്നറിയപ്പെടുന്ന ഒരു സംസ്കൃത ഗ്രന്ഥത്തിൻ്റെ തർജ്ജമയല്ല. അതെ, രാമായണങ്ങൾ വായിച്ച് ഹൃദിസ്ഥമാക്കിയതിന് ശേഷം ആ രാമായണ സംസ്കാരം ഉൾക്കൊണ്ട് ആ രാമായണ സംസ്കാരത്തെ മലയാളത്തിൽ ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയാണ് എഴുത്തച്ഛൻ അദ്ദേഹത്തിൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ ശ്രമിച്ചിട്ടുള്ളത്. ആ സംസ്കാരം എന്താണ് എന്ന ചോദ്യത്തിന് അത് അദ്വൈത വേദാന്തമാണ് എന്നും ആ അദ്വൈത വേദാന്തത്തെ മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും അതിലൂടെ രാമകഥാസാരം അവരുടെ ജീവിതത്തിൽ പകർന്നു കൊടുക്കുകയും ചെയ്ത് എഴുത്തച്ഛനാണ്. ഇതുപോലെ എല്ലാ ഭാഷകളിലും തമിഴ്നാട്ടിൽ കമ്പരാമായണമുണ്ട്. കമ്പരാണ് അവരുടെ രാമായണം പകർന്നു കൊടുക്കുന്നത്. മറ്റു പല പ്രദേശങ്ങളിലും പല തരത്തിലാണ്, പല കലാരൂപങ്ങളിലൂടെയാണ് രാമായണ കഥ പ്രചരിപ്പിക്കുന്നത്. ആദിവാസികൾക്കിടയിൽ അവരുടെ രാമായണ പാരമ്പര്യമുണ്ട്, അവരുടെ രാമായണ കഥയുണ്ട്. അപ്പോൾ ആദിവാസിക്കും കാടുവാസിക്കും നാടുവാസിക്കും എല്ലാം തന്നെ അവരുടെ രാമായണങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് ഇന്ത്യയിലെ എല്ലാ പ്രദേശത്തെയും ജനങ്ങളുടെയും അവസ്ഥ. ആ രാമായണത്തിലൂടെയാണ് അവരെ തന്നെ കണ്ടെത്തുന്നത്. ആ രാമായണ പാരായണം, രാമകഥ കേൾക്കൽ, രാമകഥയുടെ ആവിഷ്കാര രൂപങ്ങൾ കണ്ട് അതിലൂടെ അവരെ തന്നെ കണ്ടെത്തുകയാണ്. ഇന്ത്യയിലെ ഒരു ശരാശരി മനുഷ്യൻ അവനെ കണ്ടെത്തുന്നത് രാമായണത്തിലൂടെയാണ്. അതുകൊണ്ടാണ് രാമനും രാമായണവും ഇന്ത്യയെ ഏകീകരിപ്പിക്കാൻ കഴിയുന്ന ശക്തിവിശേഷമാണ് എന്ന് മഹാത്മാഗാന്ധി തിരിച്ചറിഞ്ഞതും ആ തിരിച്ചറിവിലൂടെയാണ് ഈ താരതമ്യേന ദുർബലർ എന്ന് കരുതപ്പെട്ടിരുന്ന ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഏറ്റവും പ്രബലമായ ഒരു മഹാസാമ്രാജ്യത്തിനെതിരെ യുദ്ധം നയിക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറായത്. അത് സത്യത്തിൽ നമ്മുടെ പാരമ്പര്യത്തിൻ്റെ വീണ്ടെടുപ്പായിരുന്നു. ഗാന്ധി ആഗ്രഹിച്ചത് ഇന്ത്യൻ പാരമ്പര്യം വീണ്ടെടുക്കണം എന്നായിരുന്നു. ദൗർഭാഗ്യവശാൽ 1947 ശേഷം ഇന്ത്യയിൽ വന്ന സർക്കാരുകൾ ഒന്നും തന്നെ ഗാന്ധിജിയുടെ ആ പരിശ്രമത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ അവരെ വൈമുഖ്യം കാണിച്ചു എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ടാണ് ഇന്ത്യൻ സർവകലാശാലകളിൽ ഗാന്ധിജി അസ്പർശ്യനാണ്. ഗാന്ധിജി ഒരു അൺടച്ചബിളായിട്ടാണ് ഇന്ത്യൻ അക്കാദമിക് രംഗം കണക്കുകൂട്ടിയിരിക്കുന്നത്. ഗാന്ധിയുടെ സാഹിത്യമോ ഗാന്ധിയുടെ സന്ദേശമോ ഗാന്ധിയുടെ ജീവിത രീതികളോ അദ്ദേഹത്തിൻ്റെ പ്രായോഗികമായ പദ്ധതികളോ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം ഇന്ത്യൻ സർവകലാശാലകളിലില്ല. കാരണം 1947 ഓഗസ്റ്റ് 15 നമ്മൾ ആദ്യം വേണ്ടെന്ന് വെച്ചത്, പടിയടച്ച് പിണ്ടം വെച്ചത് ഗാന്ധി വിഭാവനം ചെയ്ത് കൊണ്ടുവന്ന ഒരു വലിയ സംസ്കാരത്തെയായിരുന്നു. ആ സംസ്കാരത്തിൻ്റെ അടിത്തറ രാമനിലാണ് നിലനിൽക്കുന്നത്. ആ രാമനിൽ നിലനിൽക്കുന്ന സാംസ്കാരിക അടിത്തറയിലാണ് നിന്നുകൊണ്ടാണ് ഇന്ത്യൻ ജനതയെ ഒരുമിപ്പിച്ചുകൊണ്ട് ഗാന്ധിജി മുന്നേറിയതെങ്കിൽ 1947 ശേഷം നമ്മൾ അതിൽ നിന്ന് ക്രമേണ അകന്നു പോവുകയായിരുന്നു. അതിൻ്റെ ഒരു കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് മഹാത്മാഗാന്ധിയുടെ ആശയലോകത്തോട് തീർത്തും വിയോജിപ്പാണ് ഉണ്ടായിരുന്നത്. ആ വിയോജിപ്പുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ഗാന്ധിജിയുടെ പ്രചാരണത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല. അദ്ദേഹം അത് ഗാന്ധിജിയോട് നേരിട്ട് പറയുന്നുണ്ട് പലവട്ടം. അദ്ദേഹത്തിന് വിശ്വാസം മതത്തിലായിരുന്നില്ല, പാശ്ചാത്യ സെക്കുലറിസത്തിലായിരുന്നു. അദ്ദേഹത്തിന് വിശ്വാസം സമത്വത്തിലായിരുന്നില്ല, റഷ്യൻ സോഷ്യലിസത്തിലായിരുന്നു.
അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് പാശ്ചാത്യ ജീവിത മാതൃകകളായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതികളും നമ്മുടെ ജീവിത രീതികളും നമ്മുടെ ഭരണ സംവിധാനങ്ങളും എല്ലാം തന്നെ ഗാന്ധിയിൽ നിന്ന് അകന്നുപോയി എന്ന് പറഞ്ഞാൽ രാമനിൽ നിന്ന് അകന്നുപോയി എന്നുകൂടി അതിനർത്ഥമുണ്ട്.